കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ വികസനത്തിനായി പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിച്ചു. മജിസ്ട്രേറ്റിന്റെ കുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഒഴിപ്പിച്ച് റോഡിന്റെ ഭാഗമാക്കിയത്. ഈ ഭാഗത്തെ കൊടുംവളവും വെള്ളക്കെട്ടും ഇല്ലാതാക്കാൻ ഇതുവഴി കഴിയുമെന്ന് റോഡ് വികസന സമിതി വ്യക്തമാക്കി. കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ വികസനത്തിനായി പുറമ്പോക്ക് ഒഴിപ്പിച്ചെടുക്കണമെന്ന് നേരത്തെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നതാണ്. ഇതനുസരിച്ച് നിരവധി പുറമ്പോക്ക് കയ്യേറ്റം സ്വമേധയാ ഒഴിയുകയോ അധികൃതർ ഒഴിപ്പിച്ചെടുക്കുകയോ ചെയ്തിരുന്നു. പുന്നമറ്റം ഭാഗത്തെ ഒരു കുടുംബം പുറമ്പോക്ക് വിട്ടുകൊടുക്കാതെ ഹൈക്കോടതിയെ സമീപിച്ചു. റോഡ് വികസന സമിതി ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയതോടെയാണ് ഇപ്പോൾ പുറമ്പോക്ക് തിരിച്ചുപിടിക്കാൻ നടപടിയുണ്ടായത്. KSTP ഉദ്യോഗസ്ഥർ പോത്താനിക്കാട് പോലീസിന്റെ സഹായത്തോടെയാണ് മതിൽ പൊളിച്ച് പുറമ്പോക്ക് ഏറ്റെടുത്തത്. പുറമ്പോക്ക് കൈവശം വെച്ചിരുന്ന കുടുംബം എതിർപ്പുമായി വന്നെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. പോലീസ് ബലമായി അവരെ നീക്കം ചെയ്ത ശേഷം നടപടി പൂർത്തീകരിക്കുകയായിരുന്നു. സമീപത്തുള്ളവരെല്ലാം പുറമ്പോക്ക് ഭൂമി സ്വമേധയാ വിട്ടുകൊടുത്തപ്പോഴും മജിസ്ട്രേറ്റ് കൂടി ഉൾപ്പെടുന്ന കുടുംബം അതിന് തയ്യാറായില്ലെന്ന് റോഡ് വികസന സമിതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയലക്ഷ്യ ഹർജി നൽകാനിരിക്കുകയായിരുന്നുവെന്ന് സമിതി ചെയർമാൻ ഷിബു ഐസക്, കൺവീനർ എൽദോസ് പുത്തൻപുര എന്നിവർ പറഞ്ഞു. പുറമ്പോക്ക് ഒഴിപ്പിച്ചെടുത്തതോടെ റോഡിന് 3 മീറ്ററോളം വീതി കൂടുതൽ ലഭിക്കും. ഇതുവഴി കൊടും വളവും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് നേട്ടം. കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ മുഴുവൻ പുറമ്പോക്കുകളും റോഡിന്റെ ഭാഗമാക്കുക എന്നുള്ള കോടതി ഉത്തരവ്, അതിനനുസരിച്ചാണ് ഈ റോഡിന്റെ പുറമ്പോക്കുകൾ റോഡിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇരുന്നത്. എന്നിരുന്നാലും ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ 4 കുടുംബങ്ങൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയും തുടർന്ന് കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് വികസന സമിതി കേസുകൾ കോടതിയിൽ നേരിടുകയും തുടർന്ന് 3 മാസം മുമ്പ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം ഈ റോഡിന്റെ പുറമ്പോക്കുകളെ റോഡിന്റെ ഭാഗമാക്കുന്നതിനുള്ള ഒരു ഉത്തരവ് സമിതി ലഭിക്കുകയുണ്ടായി. ഇത് പ്രകാരം ഇന്ന് KSTP ഈ റോഡിന്റെ പുറമ്പോക്കുകൾ ഒഴിപ്പിച്ച് റോഡിന്റെ ഭാഗമാക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് KSTP ഇത് ചെയ്യണില്ല എങ്കിൽ സമിതി കോർട്ടലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും KSTP അതിനൊപ്പം നിന്ന് ഈ റോഡ് പുറമ്പോക്ക് ഒഴിപ്പിക്കുകയുണ്ടായി. ഇതോടുകൂടി ഈ ഭാഗത്ത് ഉള്ള ഏറ്റവും വലിയ വെള്ളക്കെട്ടും റോഡ് അപകടങ്ങളും ഒഴിവാവുകയും റോഡ് അതിവിശാലമായിട്ട് മാറുകയും ചെയ്യും. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് നവീകരിക്കുന്നത്. റോഡിന് ആവശ്യമായ വീതി ഉറപ്പാക്കുവാനും പരമാവധി കയറ്റിയിറക്കങ്ങളും വളവുകളും ഇല്ലാതാക്കി അപാകതകളില്ലാതെ നിർമ്മാണം നടത്തുന്നതിനും റോഡ് വികസന സമിതി നിരന്തരം ഇടപെടൽ നടത്തി വരുന്നുണ്ട്. മുഴുവൻ റോഡ് പുറമ്പോക്കും ഒഴിപ്പിച്ചെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സമിതി സമ്പാദിച്ചതും റോഡ് വികസനത്തിൽ നിർണായക ഘടകമായി. GTV ന്യൂസ്, കോതമംഗലം.